ഞാനൊരു 20 വർഷമായിട്ട് ടെലിവിഷൻ ക്യാമറ ഫേസ് ചെയ്യുന്ന ആളാണ്, ടി വിയിൽ പ്രോഗ്രാംസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞാൻ എന്നെക്കുറിച്ചൊരു സെൽഫ് ഇൻട്രഡക്ഷൻ പറയാൻ പറഞ്ഞാൽ ഞാൻ മിക്കവാറും പതറിപ്പോവും. കാരണം എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനൊരു ഇത് വരുന്നത്? അതെനിക്ക് തോന്നുന്നത് നമ്മുടെ കൾച്ചറലി നമ്മളോട് ഒരു ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ ഒരു എളിമയൊക്കെ വേണം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നമുക്കിപ്പോൾ അറിയില്ല. എളിമ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് അഹങ്കാരമായിട്ട് ആൾക്കാർ കൂട്ടുമോ? എളിമ കാണിച്ചാൽ എല്ലാവരും കൂടെ നമ്മുടെ തലയിൽ കയറുമോ? ഈ ഒരു ഡൈനാമിക് സത്യം പറഞ്ഞാൽ മലയാളിയുടെ മാത്രം പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ജനറലി ഇന്ത്യൻസിനുള്ള ഒരു ഇതാണ് ദാറ്റ് എപ്പോഴും ഈ അതിഥി ദേവോ ഭവ, മറ്റുള്ളവർക്ക് കൂടുതൽ വാല്യൂ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കൾച്ചറിൽ എവിടെയോ ഇൻഗ്രെയിൻഡ് ആണ്. പക്ഷെ അത് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട് മോഡേൺ സെറ്റിങ്ങിൽ. അതേ സമയത്ത് നമ്മളിപ്പോൾ അമേരിക്കൻസിനെ എടുത്ത് നോക്കിയാൽ എല്ലാവരും ബേസിക്കലി ഭയങ്കരമായിട്ടങ്ങ് സംസാരിക്കാൻ അവരുടെ കപ്പാസിറ്റി നമ്മൾ ജസ്റ്റ് ഏതൊരു ലേമാൻ, ഞാൻ പറയുന്നത് വലിയൊരു സ്കോളർലി പേഴ്സണോ ഒരു സ്പീക്കറോ ഒറേറ്ററോ അല്ലാതെ അവരുടെ ആരെ നിങ്ങൾ നോക്കിക്കോളൂ, അവർ സംസാരിക്കുന്നത് മൈക്ക് കയ്യിൽ കിട്ടിയാലും ഇല്ലെങ്കിലും അവർ സംസാരിക്കുന്നതിലൊരു ആധികാരികത ഉണ്ടാവും. അത് നമ്മളൊരു പക്ഷേ എല്ലാവർക്കും ഉണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും സംസാരിക്കും. സബ്ജക്ട് നോളജ് ഉണ്ടാവണമെന്നില്ല, പക്ഷെ പറയുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. പറയുന്ന രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് പലപ്പോഴും കോൺമാൻ ടെക്നിക്കാണ്. ആൾക്കാരെ പറ്റിക്കുന്നവർക്കാണ് അത്രയും കോൺഫിഡൻസ് ഉള്ളത്. അപ്പോൾ അതവരുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമായിരിക്കാം. നമ്മുടെ ഇവിടെ അങ്ങനെ സംസാരിച്ച ഒരു പക്ഷേ ഒരുമാതിരി ഇത്രയും ജാടയൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ആ കൾച്ചറൽ സാധനമാണത്. അപ്പോൾ അത് നമ്മൾ തന്നെ നമ്മുടെ കൾച്ചറിൻ്റെ ഒരു വിക്റ്റിമായി മാറിയാൽ ഉള്ള കുഴപ്പം.